വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് പറഞ്ഞുകൊള്ളട്ടെ, ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഡൈപോളാണ് പഠിച്ചിരുന്നത്. ആ ഡൈപോൾ പഠിപ്പിക്കുന്ന സമയം, അത് അവസാനിക്കുന്ന സമയത്ത്, ആ വീഡിയോ അവസാനിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി അടുത്ത വീഡിയോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞാൻ ആ ഒരു ക്ലാസ് ഇടാൻ വിട്ടുപോയി. ഞാൻ നേരെ ഫ്ലക്സിൻ്റെ ക്ലാസ്സിലേക്ക് വരികയുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കഴിഞ്ഞതിട്ടത്. അതെനിക്ക് പറ്റിയൊരു പെശകാണ്, ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ, സപ്പോസ് ദിസ് ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സോ ഇവിടെ ഞാനൊരു ഡൈപോൾ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദ ഡൈപോൾ. ഇത് പ്ലസ്, ഇതാണ് ഡൈപോൾ എന്ന് വിചാരിക്കുക, ഇത് മൈനസ്. ഈ ഡൈപോളിനെ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ഈ അറ്റത്ത് നിന്ന് ഇവിടെ കുറേ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ കുറേ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വന്നത്, ഈ ഡയറക്ഷനിൽ വന്നത്. അപ്പോൾ എന്ത് പറ്റും? ദ പോസിറ്റീവ് ചാർജ് വിൽ ഗെറ്റ് റിപ്പൽഡ്. അറ്റ് ദ സെയിം ടൈം ദ പോസിറ്റീവ് ചാർജ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ബൈ to that side, and the negative charge will be repelled by that charges but attracted by the positive charges. So it will experience a torque. ആ ടോർക്ക് കാരണം എന്ത് പറ്റും? ഇങ്ങനെ വന്നിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ഡൈപോളാണിതെന്ന് വിചാരിക്കുക. ഈ ഡൈപോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ നെറ്റ് ഫോഴ്സ് 0, ടോർക്ക് 0 ആയിട്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഡൈപോൾ അങ്ങനെ സുഖമായിട്ട് ഈ അലൈൻമെൻറ്റിൽ അങ്ങനെ ഇരുന്നോളും. ഇനി ഞാൻ ഈ ഡൈപോളിനെ ഞാൻ ബലം ഉപയോഗിച്ച് ഇതിങ്ങനെ കംഫർട്ടബിളായിട്ടിരിക്കുകയാണ്, ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്. ഇനി ഞാനിതിനെ ബലം ഉപയോഗിച്ച് ഇമാജിൻ ദാറ്റ് ഐ ആം ടിൽറ്റിങ് ഇറ്റ്. അപ്പോൾ എന്ത് പറ്റും? ഞാൻ അതിനെ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനായിട്ട് ഐ ഹാവ് ടു അപ്ലൈ. ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നത്. അപ്പം ഞാനിങ്ങനെ ബലം കൊടുത്ത് ഞാനിതിനെ ടിൽറ്റ് ചെയ്യണം. ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഞാൻ കൈവിട്ടാൽ വീണ്ടും ഇതിങ്ങനെ പോരും. എന്നുവെച്ചാൽ ഒരു സ്പ്രിങ് പോലാണെന്ന് അർത്ഥം. ഞാനപ്പോൾ ഇതിനിങ്ങനെ തിരിക്കണമെങ്കിൽ ഞാനിങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഇതിങ്ങനെ തിരിക്കണം. ആ തിരിക്കുന്ന പ്രോസസ്സിനെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചേ. സപ്പോസ് ദിസ് ഇസ് ദ ഡൈപോൾ. ഇത് -q, ഇത് +q. നൗ ഐ ആം ടേണിങ് ഇറ്റ് ടു ദിസ് ഡയറക്ഷൻ. എന്ത് പറ്റും? ഇതാണ് ഡൈപോളെങ്കിൽ ഞാനിങ്ങനെ ബലം കൊടുത്ത് തിരിക്കണം. തിരിച്ച് ഞാനിങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ മോർ ഫോഴ്സ്. അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഐ ആം ഡൂയിങ് സം വർക്ക്. ആ വർക്ക് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഒരു സ്പ്രിങ് ആണെന്ന് നിങ്ങളിരിക്കട്ടെ. ഈ സ്പ്രിങ് ഞാനിങ്ങനെ പിടിച്ച് തിരിച്ച് ഇതിങ്ങനെ സ്പ്രിങ്ങിൽ ഘടിപ്പിച്ച് വെച്ചേക്കാണ്, അനങ്ങാണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ബലമായിട്ട് തിരിക്കുമ്പോൾ എന്ത് പറ്റും? ഈ സ്പ്രിങ് ഇങ്ങനെ വലിയുമ്പോൾ സ്പ്രിങ്ങിൽ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ്ങിൽ പിടിപ്പിച്ച ഈ പേനയ്ക്കും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് അർത്ഥം. വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. അതേപോലെ തന്നെ ഡൈപോളും വിട്ട് കഴിഞ്ഞാൽ നേരെ ഇക്വിലിബ്രിയത്തിലോട്ട് വരും. സോ ഇറ്റ് പൊസസ് സം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഐ ഹാവ് ഡൺ എ വർക്ക് ആൻഡ് ദാറ്റ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ഡൈപോൾ. തിരിച്ച് വിട്ട് കഴിയാൻ നേരത്ത് അത് ഇങ്ങോട്ട് വന്നിട്ട് അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് വരും. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തു. ദെൻ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ ഓക്കെ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഫ്രം ദ വർക്ക് ഡൺ ബൈ മീ. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ വർക്ക് തന്നെയായിരിക്കും, ഞാൻ അതിന് ചെയ്ത വർക്ക് തന്നെ ആയിരിക്കും, എക്സ്റ്റേണൽ ഏജൻസി ചെയ്ത വർക്ക് തന്നെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ച് നോക്കാം. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ പൊട്ടൻഷ്യൽ എനർജി റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ റൊട്ടേറ്റിംഗ് ഫോഴ്സാണ്. അതിന് പറയുന്ന പേരെന്താണ്? ടോർക്കാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡെനോട്ടഡ് ബൈ ദ ലെറ്റർ ടോ. നമ്മൾ ടോയ്ക്കൊരു ഫോർമുല കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ടോർക്ക്. ടോ ഈസ് ഈക്വൽ ടു PE sin θ. PE sin θ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ.
ഇനി ഇവിടെയുള്ള പ്രശ്നം ഇതാണ്. ആദ്യം ഞാൻ ഇതിനെ ഇങ്ങനെ അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് തിരിക്കാൻ എനിക്ക് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. കാരണം ചെറിയൊരു ടോർക്കെ അന്നേരം താഴത്തോട്ട് വലിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരല്പം ഫോഴ്സ് ഉപയോഗിച്ചാൽ എനിക്ക് തിരിക്കാൻ പറ്റും. പക്ഷേ പിന്നീട് തിരിക്കണമെങ്കിലോ കൂടുതൽ ഫോഴ്സ് തിരിക്കും. പിന്നെയും തിരിക്കണമെങ്കിലോ അപ്പോൾ ടോർക്ക് കൂടിക്കൂടി വരികയാണേ. പി സൈൻ തീറ്റ കൂടിക്കൊണ്ടിരിക്കുക. തീറ്റ കൂടുന്നതനുസരിച്ച് പി സൈൻ തീറ്റ കൂടി മാക്സിമം ഇത്തരം വരുമ്പോൾ ഞാൻ മാക്സിമം പിന്നെയും വർക്ക് ചെയ്യണം ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ. അപ്പോൾ ദാറ്റ് മീൻസ് വർക്ക് ഡൺ. ഞാനിങ്ങനെ തിരിക്കാനായിട്ട് ഞാൻ പല തവണയും പല ഫോഴ്സ് ആയതുകൊണ്ട് പല വർക്ക് ഡണ്ണാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇത്രയും തിരിക്കാനുള്ള വർക്ക് ഡൺ അല്ല, അത്രയും തന്നെ ഇങ്ങോട്ട് തിരിക്കാൻ. അതിലും കൂടുതൽ വർക്ക് ചെയ്യണം. ഇത് അത്രയും തന്നെ ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കാൻ. 10 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്തെങ്കിൽ അടുത്ത 10 ഡിഗ്രി തിരിക്കാൻ ഞാൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്യണം. അടുത്ത 10 ഡിഗ്രി കഴിക്കാൻ ഞാൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. റൊട്ടേറ്റിംഗ് ഫോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ലീനിയർ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ ഫോഴ്സ് ഇൻറ്റു പകരം ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ടോ ഇൻറ്റു തീറ്റ ഇതായിരിക്കും വർക്ക് ഡൺ. ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു ടോ ഇൻറ്റു തീറ്റ റൊട്ടേറ്റിംഗ് ഫോഴ്സിനെ സംബന്ധിച്ച്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം? ഇവിടെ പല സമയത്ത് പല ടോർക്കാണ്. ഇപ്പോൾ ടോർക്കില്ല, ടോർക്ക് കൂടി വരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഏത് ടോർക്ക് നമ്മൾ എടുക്കും എന്നുള്ളതാണ്. ഈ ടോർക്കിൻ്റെ തീറ്റയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് തീറ്റ ഡിഗ്രി ഇങ്ങനെ തിരിച്ചു. അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് ഇപ്പോൾ അനുഭവിച്ച ടോർക്കാണോ അതോ തിരിക്കാൻ തുടങ്ങിയപ്പോൾ അനുഭവിച്ച ടോർക്കാണോ എന്നുള്ളതാണ് പ്രശ്നം. അത് രണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള മെത്തേഡിലേക്ക് വരും. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ ഡൈപോൾ ഇവിടെയാണെന്നിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 എന്നിരിക്കട്ടെ. ഞാൻ θ2 തിരിച്ച് ഡൈപോൾ ഇത്രയും തിരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുമാത്രം വർക്ക് ചെയ്തു എന്ന് കണ്ടാൽ എനിക്ക് അതിനകത്ത് എന്തുമാത്രം പൊട്ടൻഷ്യൽ എനർജി കൂടിയെന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പോഴേ കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പിന്നെ ഞാൻ ചെയ്ത വർക്കിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര കൂടിയെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ചെയ്യുന്ന ഈ പലതും പല ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഡിവൈഡ് ദിസ് ഇൻറ്റു സ്മോൾ ആംഗിൾസ് d θ. ഇങ്ങനെ ഓരോ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആ ചെറുതായിട്ട് തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേരിയേഷൻ ഞാൻ നെഗ്ലക്റ്റ് ചെയ്യും. എന്ന് വെച്ചിട്ട് ആ ഒരു പൊസിഷനിൽ എത്രയാണ് അതിൻ്റെ ഫോഴ്സ് ദാറ്റ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് d θ. അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് അത്രയും ഇവിടെ നിന്ന് ഇത്രയും തിരിക്കാനുള്ള വർക്ക് കാണണമെങ്കിൽ ഞാൻ അന്നേരം ഉള്ള ടോർക്ക് ടോ ഇൻറ്റു d θ എന്ന് കാണും. അത് dW കിട്ടും. ടോ 1 ഇൻറ്റു d θ. അടുത്ത W2 എന്ന് പറയുന്ന ടോ 2 ഇൻറ്റു d θ. ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഞാൻ അതെല്ലാം കൂടി കൂട്ടിയെടുക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ നടത്താനായിട്ട് ആദ്യം നമ്മൾ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യും. സോ അങ്ങനെ ചെറിയ ഒരു വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ടോ ഇൻറ്റു d θ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി dW വിൽ ബി ഈക്വൽ ടു PE ടോ എന്ന് പറയുന്ന PE സൈൻ തീറ്റ d θ. ഇത്രയും വർക്കാണ് ഞാൻ ഒരല്പം തിരിക്കാനായിട്ട് ചെയ്തത്. അങ്ങനെ 100 കണക്കിനല്ല 1000കണക്കിന് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടിയാൽ എനിക്ക് അതെല്ലാം കൂടി കൂട്ടിയെടുത്താൽ ഓരോരോ dW ഇത് ഇവിടെ നിന്ന് തിരിക്കാനുള്ള dW പ്ലസ് ഇവിടെ നിന്ന് തിരിക്കാനുള്ള dW പ്ലസ് ഇവിടെ നിന്ന് തിരിക്കാനുള്ള dW അങ്ങനെ കൂട്ടിയെടുത്താൽ ഐ വിൽ ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ. ആ പ്രോസസ്സിനെയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു
ഇൻ്റഗ്രേറ്റിംഗ് ഡി ഡബ്ല്യു എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഡി ഡബ്ല്യുകൾ കൂട്ടിയെടുക്കണം. എവിടെ നിന്ന് വല്ല കൂട്ടണം? ഞാൻ ചെയ്ത വർക്കും അതിന് തുടർന്ന് അത് നേടിയ പൊട്ടൻഷ്യൽ എനർജി നോക്കാൻ. ഇത് തീറ്റ 1 ഇരിക്കുകയായിരുന്നു. വേറെ ആളുകൾ വർക്ക് ചെയ്തിട്ട് പോയിട്ട് വന്നേക്ക് തീറ്റ 1 ഇരിക്കുകയായിരുന്നു. ഞാൻ അതിനെ തീറ്റ 2 തിരിച്ചു. അപ്പോൾ എവിടെ നിന്ന് ഞാൻ കൗണ്ട് ചെയ്യണം? ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ തീറ്റ 1 നിന്നുള്ള തീറ്റ 2 വരെ കൗണ്ട് ചെയ്താൽ മതി. സോ അതിനെ പറയുന്ന പേരാണ് ലിമിറ്റ്, അപ്ലൈയിങ് ലിമിറ്റ് തീറ്റ 1 ടു തീറ്റ 2. So total work done and by me is only the work done from rotating from theta 1 to theta 2. So that will be equal to integral theta 1 to theta 2 PE sin theta d theta. ഇനി അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ള നേരത്തെ തന്നെ മാത്തമാറ്റീഷ്യൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ integral of sin theta is equal to minus of cos theta. So W will be equal to integral theta 1 to theta 2 PE sin theta d theta. പിയും ഇയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണിത്. സോ W will be equal to, അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇ. സോ W will be equal to PE പുറത്തെടുത്തിട്ട് കോൺസ്റ്റൻസ് പുറത്തെടുത്തിട്ട് നമുക്ക് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം തീറ്റ 1 ടു തീറ്റ 2 സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ തീറ്റ ഡി തീറ്റ, ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ ഈസ് മൈനസ് ഓഫ് കോസ് തീറ്റ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു PE minus of cos theta and limit theta 1 to theta 2. ഇനി ഏത് ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യണം? തീറ്റ 2 അപ്ലൈ ചെയ്യണം ആദ്യം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് ഞാൻ വെളിയിലെടുത്തു, PE ഇൻറ്റു കോസ് തീറ്റ 1 to theta 2 and that will be equal to, that is W will be equal to minus of PE theta 2, upper limit ആദ്യം അപ്ലൈ ചെയ്യണം, cos theta 2 minus cos theta 1. ഈ ഇൻ്റഗ്രേഷൻ നിങ്ങൾ ഈ വർഷം പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. സോ നമുക്ക് കിട്ടിയത് W is equal to minus of PE cos theta 2 minus cos theta 1. This is the പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. ഈ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയെടുക്കുക. ഇനി ഞാനിവിടെ ഒരു അസംഷൻ നടത്തുകയാണ്. സി, ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഈ മൈനസ് വന്നതിന് കുറേ പ്രസക്തി ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയാം, ഇപ്പോൾ കഴിയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സി, സപ്പോസ് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാനിതിനെ ഡൈപോൾ തിരിക്കാമെന്നും പറഞ്ഞാണ് രാവിലെ കുപ്പായമൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഡൈപോൾ ഇതിങ്ങനെയാണ് ഇരിക്കണതെന്ന് വിചാരിക്കുക. ആരോ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. മനസ്സിലായോ? നൗ ഐ ആം ടേണിങ് ദിസ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് അല്ലേലും തിരിയില്ലെന്ന്. അല്ലേലും തിരിയും. ഞാൻ ആ തിരിക്കലാണ്, ഞാൻ തിരിക്കുന്നതായിട്ട് ഞാൻ നടിക്കുകയാണ്. അതായത് ഇത് ശരിക്കും ഫീൽഡാണ് തിരിക്കുന്നത്. ഇത് ഇ ആണെങ്കിൽ, ഞാൻ വരുമ്പോൾ ഈ ഡൈപോൾ ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ തിരിക്കുന്നതായിട്ട് നടിക്കുന്നു. സോ ഞാനിങ്ങനെ തിരിച്ചു ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഇതാണ് ഡൈപോള്, ആണ് റൊട്ടേറ്റ് ചെയ്യിച്ചതെന്ന് ഉള്ള രീതിയിൽ ഞാനൊന്ന് തിരിച്ചു. അപ്പം ഞാൻ ചെയ്ത വർക്ക് എത്രയായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടാത്ത കാര്യം കൊണ്ടാണ് അത് നെഗറ്റീവ് വരുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വർക്ക് നെഗറ്റീവ് വർക്കാണ്. അത് പോട്ടെ, അതിലേക്ക് വരട്ടെ. അപ്പം ഞാൻ ഇതിനെ, ദാറ്റ് ഈസ് ഇനീഷ്യലി തീറ്റ 1 is equal to 90 degree and തീറ്റ 2 is equal to തീറ്റ. അതായത് 90 ഡിഗ്രിയിലിരുന്ന ഈ ഡൈപോളിനെ, അത് തിരിയാനല്ലേലും ഇരുന്നതാണ് എങ്കിലും ഞാൻ തിരിച്ചതായിട്ട് നടിച്ചുകൊണ്ട് ഞാൻ ഇത്രയും തിരിച്ചു ത്രൂ ആൻ ആംഗിൾ
തീറ്റ. ആംഗിൾ ഏതാണെന്നറിയാം? ആംഗിൾ ഈ തിരിക്കണ ആംഗിൾ അല്ല. ഇങ്ങനെ ഇരുന്നതിനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ഈ ആംഗിൾ അല്ല, ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ആംഗിളാണ് ഞാൻ എപ്പോഴും കൂട്ടുന്നത്. നേരത്തെ അങ്ങനെ തന്നെ ഇരുന്നു. θ1 ഉം θ2 ഉം ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. സോ ഇനീഷ്യലി ഇമാജിൻ ദാറ്റ് ദ ഡൈപോൾ വാസ് അറ്റ് 90 ഡിഗ്രി. സോ θ1 is equal to 90 ഡിഗ്രി ആൻഡ് θ2 is equal to തീറ്റ. ഞാൻ ഈ ഇത്രയാണ് തിരിച്ചത് തീറ്റ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് പി ഇൻറ്റു cos θ2. θ2 is theta. Cos theta minus, what is cos θ1? Cos 90 is 0, minus 0. So W will be equal to minus of PE cos theta. Minus of PE cos theta. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ഇതിൽ നിന്ന് ഞാൻ പറയുകയാണ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, തീറ്റ ഡിഗ്രി, ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് തീറ്റ ഡിഗ്രിയിൽ തീറ്റ ഡിഗ്രിയിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇതിനകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ when it is at an angle theta with the uniform electric field E is potential energy നമ്മൾ U ആയിട്ടാണ് എഴുതുന്നത്. U will be equal to minus of PE cos theta. മൈനസ് ഓഫ് പി ഇ കോസ് തീറ്റ. മൈനസ് വരാൻ കാര്യം ഞാൻ പ്രത്യേകിച്ചൊന്നും വർക്ക് ചെയ്തില്ല, ഈ ഇലക്ട്രിക് ഫീൽഡാണ് വർക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് വന്നേക്കുന്നത്. ഓക്കെ, മൈനസ് ഓഫ് പി ഇ കോസ് തീറ്റ. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസുകളൊന്ന് ആലോചിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇവിടെ കിട്ടും. സപ്പോസ് ഈ ഡൈപോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദ പൊട്ടൻഷ്യൽ എനർജി, വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി വെൻ theta is equal to 90 degree? What will be the potential energy? U will be equal to minus of P into E into cos 90 is equal to 0. അതായത് 90 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ ഈ കണക്കൂട്ടലിൽ വല്ല പ്രശ്നമുണ്ടോ? കാര്യം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അത് ഞാനിങ്ങനെ ബലം പിടിച്ച് തിരിച്ച് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് നല്ല കപ്പിളുണ്ട്, നല്ല ടോർക്ക് ആക്ട് ചെയ്യണം. ഈ പോയിലും നല്ല ഫോഴ്സ് ആക്ട് ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കപ്പിൾ ആൻഡ് ഇറ്റ് വിൽ ഗിവ് എ ടോർക്ക് ആൻഡ് ദാറ്റ് വിൽ റൊട്ടേറ്റ്. ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് തൽക്കാലം വിശ്വസിക്കുക. P is equal to 0 when at theta is equal to 90. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. See, when theta is equal to 90 degree, potential energy is equal to 0. Suppose when theta is equal to 0 degree, ഈ കേസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, what will be P? U will be equal to P minus of U will be equal to minus of PE sin PE cos theta is equal to minus of P into E into cos 0. What is cos 0? Cos 0 is 1. So that will be equal to minus of PE. അപ്പോൾ 0 ഡിഗ്രിയിൽ when 0 degree the potential energy is minus of PE. At 0 degree, at 90 degree, the potential energy is 0. Minus of P, potential energy 0. Ini, when theta is equal to 180, U will be equal to minus of PE into cos 180 degree. What is cos 180 degree? It is minus 1. So U will be equal to
minus of P into minus 1, that will be equal to P. So when theta is equal to 180 degree, potential energy U will be equal to plus P. ഇപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയറായി. അതായത് ഇപ്പോൾ ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്. സോ ദർ വിൽ ബി എ ടോർക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോർക്ക് ഉണ്ട്. ആ ടോർക്ക് ആരാണ് വർക്ക് ചെയ്യണത് ഇങ്ങനെ തിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡൂയിങ് ദ വർക്ക്. അപ്പുറം ഇപ്പുറം ഇങ്ങനെ ചാർജുകളാണ് ആ വർക്ക് ചെയ്യണത്. അതിൻ്റെ കുറച്ച് എനർജി എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇ ആണ്. എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്ത് ഇങ്ങനെ നേരെയാക്കി വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ മൈനസ് ഓഫ് ഇ. പിന്നെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും. മൈനസ് ഓഫ് പിയിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഞാൻ ചെയ്ത വർക്ക് പി ഇ ആണ്. അപ്പോൾ എന്ത് പറ്റും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പി ഇ പ്ലസ് മൈനസ് ഓഫ് പി. ആദ്യം മൈനസ് ഓഫ് പി ഇ ആയിരുന്നു പൊട്ടൻഷ്യൽ എനർജി. ഞാൻ പി ഇ വർക്ക് ചെയ്തപ്പോൾ അത് 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. പിന്നെ ഞാൻ പി ഇ വർക്ക് ചെയ്തപ്പോൾ ഇത് 180 ഡിഗ്രി ആയി. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പ്ലസ് പി ഇ ആയി. ആദ്യം മൈനസ് ഓഫ് പി ഇ ആയിരുന്നു എനർജി നെഗറ്റീവ്, പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് സൈഡിലോട്ട് പോയി. കാരണം ഇലക്ട്രിക് ഫീൽഡ് വർക്ക് ചെയ്താണ് ഇവനിങ്ങനെ തിരിച്ച് വെച്ചേക്കുന്നത്. അതിനെയാണ് ഞാനിങ്ങനെ തിരിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ കുറേ വർക്ക് ചെയ്തു. അതെത്ര വർക്ക് ചെയ്തു? പി ഇ വർക്ക് ചെയ്ത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മൈനസ് പി ഇ, ഇപ്പം ഞാൻ കൊടുത്ത എനർജിയോ പി ഇ, അത് രണ്ടും കൂടി കൂടുമ്പോൾ 0. നൗ ഇറ്റ് ഹാസ് ബിക്കം. ഞാൻ പിന്നെയും പി ഇ കൊടുത്തപ്പോൾ എനിക്ക് ഒരു 90 ഡിഗ്രിയും കൂടി തിരിക്കാൻ പറ്റി. അപ്പോൾ എത്രയായി പൊട്ടൻഷ്യൽ എനർജി? പ്ലസ് പി ഇ. സോ അതാണ് നമ്മളുടെ പോയിൻ്റ്. സോ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇത്രയും പഠിച്ചത് അതാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് potential energy of a dipole making an angle theta with the electric field E with the uniform field E is equal to U is equal to minus of PE cos theta. When theta is equal to 0, U will be equal to minus of PE. When theta is equal to 90 degree, U will be equal to 0. When theta is equal to 180 degree, U will be equal to plus P. അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇതിനകത്ത്. സപ്പോസ് ഇതിങ്ങനെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. ഹൗ മച്ച് വർക്ക് ഐ ഹാവ് ടു ഡു ടു ടേൺ ഇറ്റ്? ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. How much work I have to do it for turning it to unstable equilibrium? Unstable equilibrium എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞാൻ മൊത്തം തിരിക്കാനായിട്ട് എത്ര വർക്ക് ചെയ്യണം? ഇവിടെ നിന്ന് ഇവിടം വരെ തിരിക്കാൻ പി ഇ വർക്ക് ചെയ്യണം. അപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി 0 ആവുള്ളൂ. ആദ്യം മൈനസ് പി ഇ ആയിരുന്നു, പി ഇ വർക്ക് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് തിരിക്കാനോ അടുത്ത പി ഇ വർക്ക് ചെയ്യണം. സോ ടോട്ടൽ വർക്ക് ഡൺ or external work done in turning a dipole from stable equilibrium to unstable equilibrium is equal to 2PE. That is stable equilibrium to unstable equilibrium എന്ന് പറഞ്ഞാലാണ് that is from 0 degree to 180 degree.
that work done W will be is equal to 2PE. That is 0 to PE ഒരു PE, പിന്നെ 0 to plus PE, മൈനസ് PEയിൽ നിന്ന് 0യിലേക്ക് ഒരു PE, പിന്നെ 0യിൽ നിന്ന് അടുത്ത PE. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 2PE, or total work done will be 2PE work done. External work done in rotating a dipole from stable equilibrium to unstable equilibrium will be equal to 2E. അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾ ഡൈപോളിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും ഫ്ലക്സിൻ്റെ ഗോസ് ലോയിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു.